സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ പടത്തിൻ്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് ഒരു പ്രൗഡാണ് ഞാൻ ആക്ച്വലി എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടർ എന്നുള്ളത്. ജിത്തു സാറിനോട് താങ്ക് യു സോ മച്ച്. പടത്തിൽ ഉടനീളം ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുവാണ്. അത്രയും ക്രൂഷ്യലായിട്ട് ഈ പടത്തിലെല്ലാം തന്നെ ഭയങ്കര ക്രൂഷ്യലായിട്ടുള്ള ഭയങ്കര സീരിയസ് സീൻസാണ് എല്ലാം തന്നെ. അപ്പം അതിലൊന്നിലും ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കാതെ അങ്ങനെ ഇരിക്കാതെ അതിനിടയിൽ വന്ന് ചില തമാശകളൊക്കെ പറഞ്ഞിരുന്ന് ഭയങ്കര സീൻ്റെ ബിഹൈൻഡിലായാലും ഭയങ്കര ലൈറ്റ് ആക്കി കൊണ്ടുപോയി ഒരു ഗിവ് ആൻഡ് ടേക്ക് തന്ന എല്ലാ ആക്ടേഴ്സും ജഗദീഷ് ചേട്ടനാണെങ്കിലും ലാൽ സാർ താങ്ക് യു സോ മച്ച്. എല്ലാ ഗണേഷ് ചേട്ടനും സിദ്ദിഖിക്ക എല്ലാവരുടെ അടുത്തും ഭയങ്കര ലൈറ്റായിട്ടാണ് ആ സീൻസും കൊണ്ടുപോയത്. അതിന് എനിക്ക് ഒരുപാട് താങ്ക് യു പറയാനുണ്ട്. അത്രയും സപ്പോർട്ട് തന്നതിനും ഒരുപാട് താങ്ക് യു. പിന്നെ പടത്തിൽ ഏറ്റവും ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു സീനെന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റിൽ ഞാനും എൻ്റെയും ശങ്കറിൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സീനിൽ ഞാൻ അൺകംഫർട്ടബിൾ ആകാതെ എന്നെ കൊണ്ടുപോയതിന് ആൻഡ് ശാന്തി ചേച്ചി ആൻഡ് ലീന ചേച്ചി താങ്ക് യു സോ മച്ച്. ബിക്കോസ് എന്നെ അത്രയും സപ്പോർട്ട് തന്ന് എൻ്റെ കൂടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും. ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. ബട്ട് ആ സീൻ കഴിഞ്ഞ് ഞാൻ ശാന്തി ചേച്ചിനെ പോയിട്ട് കുറേ സമയം കെട്ടിപ്പിടിച്ച് നിന്നു. എനിക്ക് ആ ഒരു ഹെഡ് സ്പേസിൽ നിന്നുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ഒരു പെർട്ടിക്കുലർ സീൻ. നോട്ട് ബിക്കോസ് ഓഫ് ദ ആരും സീൻ ചെയ്ത് കഴിഞ്ഞ സമയത്ത് ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ പോയി. ബട്ട് എന്നെ കൂടെ ചേർത്ത് നിർത്തിയ രണ്ടുപേരോടും എനിക്ക് താങ്ക് യു പറയാനുണ്ട്. എന്നെ ആ സമയത്ത് എൻ്റെ കൂടെ ഒന്ന് ജിത്തു സാറിനും ഒരുപാട് താങ്ക് യു. അതേപോലെ ശ്രീധന്യ ചേച്ചി. പിന്നെ നമ്മുടെ സ്പോട്ട് എഡിറ്റർ എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഓരോ സീനും കഴിഞ്ഞ് ഞാൻ സ്പോട്ട് പോയി കാണുന്ന സമയത്ത് കൊള്ളാട്ടോ എന്ന് പറഞ്ഞിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആൻഡ് സതീഷ് ഏട്ടൻ ആൻഡ് താങ്ക് യു. പിന്നെ മ്യൂസിക് ഞങ്ങൾ എൻ്റെ ഞാൻ രണ്ടാമത്തെ ദിവസം ജോയിൻ ചെയ്ത രണ്ടാമത്തെ ദിവസം ആണ് ഞാൻ ഈ നേരിൻ്റെ തീം സോങ് മ്യൂസിക് ഞാൻ കേൾക്കുന്നത് കേൾപ്പിച്ചിരുന്നത്. ഇയർഫോൺ ഇട്ട് കേൾക്കുന്ന സമയത്ത് പടത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ടോണും ആ ഒരു വൈബും എനിക്ക് കിട്ടിയത് മ്യൂസിക് കേട്ടപ്പോഴായിരുന്നു. അത്രയും അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറും ആ ഒരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു വൈബ് കിട്ടിയത് ആ സെക്കൻഡ് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേട്ടപ്പോഴാണ്. അപ്പോൾ വിഷ്ണു അങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസർ, അപ്പോൾ എല്ലാവരുടെ അടുത്തും എനിക്കൊരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് എന്നെ ഈ പടത്തിൻ്റെ ഭാഗമാക്കിയതിന്, എന്നെ അത്രയും ചേർത്ത് പിടിച്ച് കൂടെ നിന്നതിന്, എൻ്റെ ഓഡിയൻസ് സാറെ നേരെ ഏറ്റെടുത്തതിന് ഒരുപാട് സന്തോഷം മീഡിയാസിനും. അപ്പം സിനിമ കാണാൻ ബാക്കിയുള്ളവർ പോയി കാണുക. ആൻഡ് താങ്ക്സ് ടു യു. താങ്ക് യു ഓൾ. ഹാപ്പി ക്രിസ്മസ്.